താങ്ക് യു ആൾ ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2027 ദിവസമാണ്. ഇന്നത്തെ മലയാളം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ അനിത സോമനാണ്. നമ്മുടെ പ്രഫുൽ വിജയക്കറിന്റെ ഒരു ശിഷ്യ കൂടിയാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ അനിത സോമനാണ് ഇന്നത്തെ നമുക്ക് ഗസ്റ്റായി എത്തിയിട്ടുള്ളത്. നമ്മുടെ അതിഥി അനിത സോമൻ ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇന്നെടുക്കുന്ന വിഷയം മെറ്റീരിയ മെഡിക്ക പഠനം എന്നുള്ളതാണ് വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡോക്ടറെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നമ്മുടെ ഹോമിയോപ്പതിയുടെ വിജ്ഞാതാവായ ഡോക്ടർ ക്രിസ്ത്യൻ ഫെഡറിക് സാമുവൽ ഹരിമാന്റെ അനുഗ്രഹത്തോടു കൂടിയും അതോടൊപ്പം എൻ്റെ മാനസ ഗുരുവായ ഡോക്ടർ പ്രഫുൽ വിജയകർ സാറിന്റെ അനുഗ്രഹത്തോടു കൂടിയും ഞാൻ ഇന്ന് കാൽക്കേരിയയെ പറ്റിയാണ് പറയുന്നത്. കാൽക്കേരിയാസ് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത്. കാൽക്കേരിയ എന്ന് പറയുന്ന ഒരു മിനറൽ റെമഡിയാണ്. അത് തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ നമുക്ക് എളുപ്പം എന്ന് പറയുന്ന ചോക്ക്, നമ്മൾ പണ്ട് ചുവരിൽ എഴുതിയിരുന്ന ചോക്ക്, നമ്മുടെ ബോർഡിൽ എഴുതിയിരുന്ന ചോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും ഒരു ഫ്രജൈൽ നേച്ചറാണ്. ചോക്ക് എപ്പോഴും റൗണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈറ്റ് ഇൻ കളറാണ്. ഇതുപോലെയാണ് കാൽക്കേരിയ ഓൾവേസ് ഫ്രജൈലാണ്. ഫാറ്റി, ഫ്ലാബി, ഫെയർ, സ്റ്റൗട്ട്, ഫിയർഫുൾ പേഴ്സൺ ആയിരിക്കും എപ്പോഴും കാൽക്കേരിയ. അപ്പൊ ഈ നമ്മളെപ്പോഴും കാൽക്കേരിയ ഓർക്കുമ്പോൾ ആ ചോക്കിനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ചോക്കിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് പെട്ടെന്ന് ഫ്രജൈലാവും. കാരണം ടീച്ചേഴ്സ് ഭയങ്കര ദേഷ്യമുള്ള ടീച്ചേഴ്സാണ് ചാക്കങ്ങോട്ട് ഓടിച്ചിട്ട് പഠിക്കുന്ന ശ്രദ്ധിക്കാത്ത പിള്ളേരെ എറിയുന്ന പോലെയാണ്. കാൽക്കേരിയ ഭയങ്കര പേടിയാണ് അതിന്. കാരണം അത് ഫ്രജൈലായി പൊട്ടിപ്പോവോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ട്. അപ്പൊ കാൽക്കേരിയ ഫിയർ ഓഫ് ബീയിങ് റെപ്രിമാൻഡഡ് ആണ്. അവരെ കളിയാക്കുവോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുവോ, ക്രിറ്റിസിസം, റിപ്രോച്ചസ്, റൂഡ്നെസ് ഓഫ് അതേഴ്സ് ആൻഡ് സെൻസിറ്റീവ് ടു ഹിയറിംഗ് ഓർ സീയിങ് ക്രൂവൽ ആക്ടിവിറ്റീസ്, ഓഫൻഡഡ് ഈസിലി, ഫിയർ ഓഫ് ബീയിങ് ഒബ്സർവ്ഡ് ഹെർ കണ്ടീഷൻ ബൈ അതേഴ്സ്. ഇതെല്ലാം കാൽക്കേരിയയുടെ പേടിയാണ്. അവരുടെ മെയിനായിട്ട് നിൽക്കുന്ന ഭയങ്കര പേടിയായിട്ടാണ് നിൽക്കുന്നത് കാൽക്കേരിയസ് മൊത്തമായിട്ട്. കാൽക്കേരിയ കോൺസ്റ്റന്റ്ലി ഫിയർഫുൾ ആണ്. ഹി ഓർ ഷീൻ ഓൾവേസ് നീഡ് എ സപ്പോർട്ട് എപ്പോഴും വേണം. കാരണം അവർക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പാടാണ്. ചോക്കായാലും ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടിപ്പോകും. ഇതേപോലെയാണ് ഈ കാൽക്കേരിയയ്ക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ്. അവർക്ക് എപ്പോഴും സ്ട്രോങ് സപ്പോർട്ട് എപ്പോഴും വേണം. അതുകൊണ്ട് അവരെപ്പോഴും ഷെല്ലിനകത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദാറ്റ് മേക്സ് ദം സേഫ് ആക്കി വെക്കുമെന്നാണ് അവർക്ക് വിചാരിക്കുന്നത്. സോ ദേ നീഡ് ഹോമിലി പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ ഫാമിലി പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ റിലീജിയസിന് അവര് ക്ലിങ് ചെയ്യും, ദൈവത്തിനോട് അടുക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിനെ അവരോട് ക്ലിങ് ചെയ്യും, അല്ലെങ്കിൽ പണമാണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞ് മണിയെ എടുക്കും. പിന്നെ ഇവർക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റിയാണ്. അത് ആങ്സൈറ്റി വരുമ്പോൾ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രൊഫ്യൂസ് പെർസ്പിറേഷൻ ആസ് വെൽ ആസ് എക്സസീവ് തേഴ്സ്റ്റ് ഫോർ കോൾഡ് വാട്ടറിനോടാണ് അവർക്ക് ഇഷ്ടം. പിന്നെ ഇവരുടെ മൈൻഡ് എപ്പോഴും പ്രോസ്ട്രേഷൻ ഓഫ് മൈൻഡ് ആസ് വെൽ ആസ് പ്രോസ്ട്രേഷൻ ഓഫ് ബോഡിയാണ്. ബോഡിയും പ്രോസ്ട്രേറ്റഡ് ആവും, പെട്ടെന്ന് ക്ഷീണിക്കും, മൈൻഡും പെട്ടെന്ന് ക്ഷീണിക്കും. മെന്റൽ എക്സർഷൻ കോസസ് ബ്രെയിൻ ഫാഗ് ഉണ്ടാക്കും. ഹെഡിന് പെയിൻ വരുന്നത് മെന്റൽ എക്സർഷൻ കൊണ്ടോ ഫിസിക്കൽ എക്സർഷൻ കൊണ്ടോ അവർക്ക് ഹെഡ് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവര് ഔട്ട്ഡോർ പ്ലേയിങ്ങിന് ഒന്നും പോകത്തില്ല. എന്ന് പറഞ്ഞാൽ റഫായിട്ടുള്ള ഹാർഡായിട്ടുള്ള കളികളിലൊന്നും പങ്കെടുക്കത്തില്ല അവർക്ക്. പക്ഷെ ആ കളികൾ വാച്ച് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ അതിൽ
ഫിസിക്കൽ എക്സർഷൻ ആയിട്ടുള്ള കടുത്ത ജോലികളിലൊന്നും അവർ പങ്കെടുക്കത്തേ ഇല്ല. പിന്നെ അവർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ഉണ്ട്. മെന്റൽ എക്സർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണോ ശരി അതാണോ ശരി എന്നുള്ള ഒരു ഇറസൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഡിസിഷൻ ഉണ്ടാവും. പക്ഷേ ഈ കാൽക്കേരിയസിൽ എല്ലാത്തിനും ഈഗോ ഉണ്ട്. ഈഗോ എന്ന് സെൽഫ് എസ്റ്റീം ഉണ്ട്. കാരണം അവർക്ക് തോന്നുന്നു ദേ ആർ വെരി ഫെയർ, അല്ലെങ്കിൽ ഫാറ്റ്, സ്റ്റൗട്ട്, വൈറ്റ് ഇൻ കളർ ആണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ഞാൻ സെൽഫ് എസ്റ്റീം എല്ലാ കാൽക്കേരിക്കും ഉണ്ട്. പക്ഷേ കാൽക്കേരിക്കുള്ള ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് ഇന്നബിലിറ്റി 4 ആണ്. മാത്തമാറ്റിക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പൂറാവും. കാൽക്കുലേഷനേ ഇഷ്ടമല്ല, അവേർഷൻ ടു കാൽക്കുലേഷൻ ആണ്. ഷീ തിങ്സ് ഓൾവേസ് വീക്ക് അറ്റ് മാത്തമാറ്റിക്സ് ആൻഡ് ഇൻആപ്റ്റിറ്റ്യൂഡ് ഫോർ കാൽക്കുലേഷൻ. സോ ഷീ ഫെൽറ്റ് പിറ്റീസ് ഓൺ ഹെർസെൽഫ്. അവൾക്ക് തന്നെ അവളോട് ദയ തോന്നും, അയ്യോ എനിക്ക് മാത്സ് അറിഞ്ഞൂടല്ലോ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാകും. പിന്നെ സൈക്കോട്ടിക് സ്റ്റേജ് ഓഫ് കാൽക്കേരിയാസിന്റെ സൈക്കോട്ടിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ ഈസ് വെരി വീക്ക്, ഫ്രജൈൽ ആൻഡ് ഫിയർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് അവരുടെ ജീൻസിനകത്ത് തന്നെ കാണും. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരെപ്പോഴും ഫിയർ, വീക്ക് ആൻഡ് ഫ്രജൈൽ ആയിട്ട് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയാണ് അവർക്ക്. അതുകൊണ്ട് എപ്പോഴും സപ്പോർട്ട് വേണം. അവർക്ക് ഫിയർ ഓഫ് പോവർട്ടി, ഫിയർ ഓഫ് ഡാർക്ക്നെസ്, ഫിയർ ഓഫ് ഷാഡോസ്, ഫിയർ ഓഫ് ആനിമൽസ്, ഫിയർ ഓഫ് ബീയിങ് അലോൺ, ഫിയർ ഓഫ് ബീയിങ് ഹർട്ട്, ഫിയർ ഓഫ് നാരോ പ്ലേസസ്, ഫിയർ ഓഫ് ക്രൗഡഡ് പ്ലേസസ്, ഫിയർ ഓഫ് തണ്ടർസ്റ്റോം, ഫിയർ ഓഫ് സംതിങ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ, ഫിയർ ഓഫ് ഡിസീസ് ആൻഡ് ഫിയർ ഓഫ് ആങ്സൈറ്റി അബൌട്ട് ഹെൽത്ത്. ആ ആങ്സൈറ്റി വന്നിട്ട് അവർക്ക് ഒരു മാനിയായിട്ട് മാറും. ഈ ഹെൽത്തിനെ പറ്റിയോണ്ട് ചിന്തിച്ച് മാനിയായിട്ട് അവർ ഗൂഗിളിൽ ഇങ്ങനെ മെഡിക്കൽ ബുക്സ് വായിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു നേച്ചർ. കാൽക്കേരിയക്കാർക്ക് മാത്രമേ ഉള്ളൂ ഒരു മെഡിസിൻ ആയിട്ടുള്ളത്. ആങ്സൈറ്റി, ഹൈപ്പോകോൺഡ്രിയക്കൽ അബൌട്ട് ഹെൽത്ത്, ഈവൻ മാനിയ ടു റീഡ് മെഡിക്കൽ ബുക്സ്. ഹോം സിക്നെസ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. പിന്നെ കെയർഫുൾനെസ് ആണ്. എല്ലാം ഭയങ്കര കെയർഫുൾ ആയിട്ട്, കോഷ്യസ് ആയിട്ടായിരിക്കും അവർ ഏത് കാര്യവും ചെയ്യുന്നത്, സൂചിയെ പോലെ. അംബീഷ്യസ് പേഴ്സൺ ആണ്. മസ്റ്റ് അംബീഷ്യസ് ടു മേക്ക് മണി. പണം ഉണ്ടാക്കാനാണ്. കാരണം അവർക്ക് ഒരു സെക്യൂർ ആകണമെങ്കിൽ പണം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് അവരുടെ ജീൻസിനകത്ത് തന്നെ ഉണ്ട്. മണി ഉണ്ടെങ്കിലേ എനിക്ക് സെക്യൂർ ആകാനൊക്കെ ഉള്ളു എന്നുള്ളൊരു ഫീലിംഗ് ആണ് കാൽക്കേരിയസ് മൊത്തം ഉള്ളത്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഈ കാൽക്കേരിയാസിന് എപ്പോഴും ഡെഫിഷ്യൻസി ഓഫ് സ്ട്രെങ്ത് ഓഫ് ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി, സ്ട്രെങ്ത് എപ്പോഴും കുറവായിരിക്കും. നീഡ്, ഈ അവരുടെ ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് അവരുടെ ഏറ്റവും ബേസിക് നീഡ്. സപ്പോർട്ട് ഓഫ് കമ്പാനിയന്റെ സപ്പോർട്ടാ, അല്ലെങ്കിൽ മണിയുടെ സപ്പോർട്ടാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ സപ്പോർട്ടോ, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള സപ്പോർട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റംസിനോടുള്ള സപ്പോർട്ടോ അവർക്ക് അത്യാവശ്യമാണ്. ഓൾവേസ് ഫീൽ ഇൻസെക്യൂർ, വീക്ക് ആൻഡ് ഫ്രജൈൽ ആൻഡ് സോഫ്റ്റ്, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി. ഇത്രയാണ് ഈ കാൽക്കേരിയസിനെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജനറ്റിക് ക്യാരക്ടർ ഇതായിരിക്കും. പക്ഷേ ഇൻ സിവിലിസിലോട്ട് പോയാൽ, ഡിസ്ട്രക്റ്റീവ് ഡിസീസിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഫാമിലി ഓറിയന്റഡ് ആണ്. അവരെപ്പോഴും നീഡ്, സപ്പോർട്ട്, കമ്പാനിയൻ എല്ലാം വേണം. പക്ഷേ ഈ സിവിലിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവേർഷൻ ടു ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് ആണ്, ആൻഡ് മെന്റൽ എക്സർഷൻ, അഗ്രിവേഷൻ ഓർ അവേർഷൻ ആയിരിക്കും, ഡൾനെസ് ആയിരിക്കും, ഡെസ്പെയർ ആയിരിക്കും. പിന്നെ അവർക്ക് സെക്സ്വലി നോക്കി കഴിഞ്ഞാൽ തന്നെ ഹോമോസെക്സ്വാലിറ്റി ആണോ, സെയിം സെക്സിനോട് താല്പര്യം കൂടുതലായിരിക്കും. ഇത്രയാണ് കാൽക്കേരിയ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജനറ്റിക് ക്യാരക്ടർ. ഇനി നമുക്ക് ഓരോ മെഡിസിനെ പറ്റി പഠിക്കാം. ആദ്യം കാൽക്കേരിയ കാർബിനെ പറ്റി പഠിക്കാം. കാൽക്കേരിയ കാർബ് ആണെങ്കിൽ ചില്ലി പേഷ്യന്റ് ആണ്, ടേസ്റ്റി ഫോർ കോൾഡ് വാട്ടർ. എപ്പോഴും അവർക്ക് കോൾഡ് തിങ്സിനും കോൾഡ് ഫുഡിനെയാണ് ഇഷ്ടം. റൈറ്റ് സൈഡ് ആയിട്ട് ചില്ലി ആണെങ്കിൽ പോലും റൈറ്റ് സൈഡ് ആണ്, മോസ്റ്റ്ലി റൈറ്റ് സൈഡ് ആണ് കാൽക്കേരിയ കാർബ്. ലെഫ്റ്റ് സൈഡും വരാം. പിന്നെ സ്ലോ ആണ്, എല്ലാ ആക്ടിവിറ്റീസും സ്ലോ ആണ്, തിങ്കിങ് പോലും സ്ലോ ആണ്, ആൻഡ് ടിമിഡ് ആണ്. പക്ഷെ അപ്രിഹെൻസീവ് ആണ്, ഭയങ്കര പേടിയാണ്. ആങ്സൈറ്റി, ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി എപ്പോഴും കാണും, ഫിയർഫുള്ളും ആയിരിക്കും. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാല് പീപ്പിൾ ഐദർ ഫാറ്റ് ആർ റൗണ്ടഡ് ഫീച്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ ടോൾ ആൻഡ് ഹ്യൂജ് ആയിരിക്കാം.
ഈ അവരുടെ ബോഡി ഈസ് ഓൾവേസ് കോൾഡ് ക്ലാമി സ്വെറ്റ് ഉണ്ടായിരിക്കും. എപ്പോഴും വിയർത്ത് കോൾഡും ക്ലാമി സ്വെറ്റാണ്. വിത്ത് സ്ലോ മൂവിങ് ഡിസീസ് ആണ് ഇവർക്ക് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, സിറോസിസ് ഓഫ് ലിവർ, സിസ്റ്റിക് ഓർ പോളിക് ഗ്രോത്തുകളൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതേസമയം ഈ ടോൾ ആയിട്ടുള്ള ഹ്യൂജ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് ലോങ് ബോൺസ് ഉള്ളതുകൊണ്ട് അത് ഫ്രാക്ചർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ കാൽക്കേരിയ ചിൽഡ്രൻ 40% ഓഫ് ചിൽഡ്രന്, ഇപ്പോഴത്തെ ചിൽഡ്രന് കാൽക്കേരിയ അത്യാവശ്യമാണ്. അവരുടെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പില്ലോ വെറ്റ എപ്പോഴും നനഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം ബാക്ക് ഓഫ് ദ നെക്കിൽ നിന്ന് പെർസ്പിറേഷൻ ഉണ്ടായിരിക്കും. ആ പെർസ്പിറേഷന് സ്മെല്ലാണെങ്കിൽ ഒരു സവർ പെർസ്പിറേഷൻ ആയിരിക്കും എല്ലാത്തിനും. ഏത് ഡിസ്ചാർജ് എടുത്താലും സവർ ആയിരിക്കും, സവർ സ്റ്റൂൾ ആയിരിക്കും, സവർ വോമിറ്റിംഗ് ആയിരിക്കും, ഏത് സാധനം. എന്നിട്ട് ആ പെർസ്പിറേഷൻ കോൾഡ് ക്ലാമി സ്വെറ്റ് ആയിരിക്കും, ഭയങ്കര തണുത്ത ഒരു വിയർപ്പായിരിക്കും അവരുടെ ദേഹത്ത് ബോഡിയിൽ തോന്നുന്നത്. പിന്നെ ഈ കുട്ടികൾക്ക് കാൽക്കേരിയ കാർബ് കുട്ടികൾ സ്ലോ ഡെവലപ്മെന്റ് ഓഫ് മൈൽ സ്റ്റോൺസ് എല്ലാം ഡിലേഡ് ആയിരിക്കും. അവർക്ക് സ്ലോ ക്ലോസിങ് ഓഫ് പോണ്ടലൈസ്, അവരുടെ പോണ്ടലൈസസ് എല്ലാം വളരെ സ്ലോയിലേ ക്ലോസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഡെന്റീഷൻ ലേറ്റ് ഡെന്റീഷൻ ആയിരിക്കും, ഡിഫിക്കൽട്ട് ഡെന്റീഷൻ ആയിരിക്കും. ക്രോണിക് ടീത്ത് ഡീക്കേ ആയിരിക്കും, എസ്പെഷ്യലി റൈറ്റ് സൈഡ് ടീത്ത് ഡീക്കേ ആയിരിക്കും. ഡിസയർ കോൾഡ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ് ആൻഡ് കോൾഡ് ഫുഡ്. കുട്ടികൾ ക്രേവിംഗ് ഫോർ സോഫ്റ്റ് ബോയിൽഡ് എഗ്, മിൽക്ക് ആൻഡ് ഡ്രൈ റോസ്റ്റഡ് തിങ്സ് ഒക്കെയാണ് ഇഷ്ടം. ചിൽഡ്രൻ ഹു ലവ് ടു ബി മാഗ്നറ്റൈസ്ഡ്, എപ്പോഴും അവർക്ക് പാമ്പർ ചെയ്യണം അല്ലെങ്കിൽ അവര് ടാറ്റ് ചെയ്യണം അവർക്ക്. അത് അവരുടെ ഒരു നേച്ചറാണ്. അതിൽ 4 മാർക്കായിട്ട് പറയുന്നത് ഡിസൈർ ടു ബി മാഗ്നറ്റൈസ്ഡ് 4 മാർക്ക് പറയുന്നത് ഫോസ്ഫറസ് ആണ്. 3 മാർക്കാണ് സൈലീഷ്യ, നാട്രം കാർബൺ, ലാക്കസിസ് ആൻഡ് കാൽക്കേരിയ കാർബ്. ഇത് ഓരോന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാക്കസിസ് ആണ് ഇതിൽ ഹാർട്ട് റെമഡി, ബാക്കി എല്ലാം ചില്ലി റെമഡീസ് ആണ്. നാട്രം കാർബിന് സൺ കൊണ്ട് അഗ്രിവേഷൻ ഉണ്ടാകുമെങ്കിലും ചില്ലി റെമഡിയാണ്. അതുപോലെ ലാക്കസിസ് ഹോട്ട് പേഷ്യന്റ് ആണ്, അവരുടെ സെൻസിറ്റിവിറ്റി കൂടുതലും ടൈറ്റ് ക്ലോത്തിങ് അറൌണ്ട് ദ നെക്ക്, അവർക്ക് ഇൻടോളറൻസ് ടു ടൈറ്റ് ക്ലോത്തിങ് അറൌണ്ട് ദ നെക്കാണ്. അതേസമയം കാൽക്കേരിയ കാർബിന് ഇൻടോളറൻസ് ടു ദ ടൈറ്റ് ക്ലോത്തിങ് അറൌണ്ട് അബ്ഡമൻ ഓർ ചെസ്റ്റ് ആയിരിക്കും, അവർ ചില്ലി പേഷ്യന്റ് ആയിരിക്കും. പക്ഷെ ഹോട്ട് പേഷ്യന്റ് ആണെങ്കിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത് ലാക്കസിസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കാൽക്കേരിയം ഫോസ്ഫറസിനെ കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനാണെങ്കിൽ 2 കുട്ടികളും ബോത്ത് ആർ ചില്ലി, ബോത്ത് ആർ തേഴ്സ്റ്റി ആൻഡ് ലവ് ഫോർ ഐസ് കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ്, ബോത്ത് ആർ ടിമിഡ് ആയിരിക്കും, ബോത്ത് ആർ ഫാസ്റ്റ് ഗ്രോയിങ് ആൻഡ് ടോൾ ആയിരിക്കും, ബോത്ത് ഹാവ് ഫിയർ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് തണ്ടർ സ്റ്റോം, ഫിയർ ഓഫ് ബീയിങ് എലോൺ, ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയാണ്. ഒള്ളി ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കേരിയം ഫോസ്ഫറസ് തമ്മിലുള്ള കുട്ടികളുടെ ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാൽക്കേരിയ ചൈൽഡ് എപ്പോഴും പേരൻസിന്റെ മടിയിലിരിക്കുമ്പോൾ അവർ നമ്മളെ ഫേസ് ചെയ്തിരിക്കും. പക്ഷെ മടിയിലിരിക്കാൻ അവരെ എപ്പോഴും ഹെൽഡ് ചെയ്തിരിക്കണം, എപ്പോഴും എടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇരിക്കുമ്പോഴും അവര് നമ്മളെ ഫേസ് ചെയ്ത് തന്നെ ഇരിക്കും. പക്ഷെ ഫോസ്ഫറസ് ഒരിക്കലും അങ്ങനെയല്ല. ഫോസ്ഫറസ് കുട്ടികളെ എപ്പോഴും ഫേസ് അമ്മയും അച്ഛനെയും ഫേസ് ചെയ്തിരുന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഹഗ്ഗാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അമ്മയും അച്ഛനും അവരെ കെട്ടിപ്പിടിക്കുകയും വേണം, അതും അവർക്ക് നിർബന്ധമാണ്. ഇത് അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന. കുട്ടികൾ വരുമ്പോൾ കാൽക്കേരിയ ആണോ ഫോസ്ഫറസ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പിയർ ഓഫ് ആക്ഷൻ, കാൽക്കേരിയ കാർബന്റെ സ്പിയർ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാൻസില്, ബോൺസില്, സ്കിന്നില്, ലങ്സ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, GIT ട്രാക്ട്, മസിൽസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും, പിറ്റ്യൂട്ടറി ഡിസ്ഫങ്ഷനും ഉണ്ടാക്കും. പിന്നെ മെന്റലി എൻട്രി പോയിന്റ്സ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി ആണ് ഏറ്റവും കൂടുതൽ. ആസ് വെൽ ആസ് സെൻസിറ്റീവ് പീപ്പിൾ ആണ്, ഇൻസെക്യൂർ പീപ്പിൾ ആയിരിക്കും. പിന്നെ ഈ മാത്തമാറ്റിക്കലി ഇൻആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. മാത്തമാറ്റിക്സ് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക്. പിന്നെ അവരെപ്പോഴും പീപ്പിൾ ഹു അക്യൂമുലേറ്റ് വെൽത്ത് കോൺസ്റ്റന്റ്ലി, അവർക്ക് എപ്പോഴും
പണം വേണം, പണം വേണം, സെക്യൂർ ആകാൻ പണം വേണം, പണം വേണം. ദേ തിങ്ക് അബൌട്ട് മണി, ഹു ആർ അഫറൈഡ് ഓഫ് പോവർട്ടി. അവർ പാവപ്പെട്ടവനായി ആയിപ്പോയോ എന്നുള്ള പേടി കൊണ്ട് അവർക്ക് എപ്പോഴും പണം കൊണ്ട് എന്തെങ്കിലും ഒരു ഡിപ്പെൻഡന്റ് ആയിരിക്കണം. ഒന്നെങ്കിൽ പണം വേണം, അല്ലെങ്കിൽ ഫാമിലിയെ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരു വേണം, അല്ലെങ്കിൽ ഗോഡ് വേണം. ഏതിനെങ്കിലും ക്ലിങ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്താണ് റിലിജിയൻ. റിലിജിയൻ ആണെങ്കിൽ അവര് ഏതെങ്കിലും സാധനം അവർക്ക് സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് നിൽക്കാനൊക്കില്ല, നിലനിൽക്കാനൊക്കില്ല. അതാണ് കാൽക്കരിയുടെ പ്രത്യേകത. പീപ്പിൾ ഹു ആർ കോൺസ്റ്റന്റ്ലി വെയറിങ് ലംബോസർക്കൽ ഓർ സെർവൈക്കൽ ബെൽറ്റ് ഫോർ ഇയേഴ്സ്. കാരണം സപ്പോർട്ട് വേണം. അവരെ നടുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ആ ബെൽറ്റ് ഇടാതെ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും ആവശ്യം. പീപ്പിൾ ഹു ഡു ദെയർ വർക്ക് വെരി സ്ലോലി ആയ വർക്ക് ചെയ്യുള്ളൂ കാൽക്കരിയക്കാർക്ക്. പക്ഷെ ആൻസൈറ്റി ഭയങ്കര കൂടുതലായിരിക്കും, 3 മാർക്കാണ്. ആന്റിസിപ്പേഷനും 3 മാർക്കാണ്. സെൻസിറ്റിവിറ്റി ആണെങ്കിൽ റൂഡ്നെസ്സിനോട് സെൻസിറ്റിവിറ്റിയാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്റ്റ് ഹർ പ്രൊഫൗണ്ട്ലി. പോവർട്ടി അവർക്ക് സെൻസിറ്റീവ് ആണ്. ഡാർക്ക്നെസ് സെൻസിറ്റീവ് ആണ്. തണ്ടർസ്ട്രോം സെൻസിറ്റീവ് ആണ്. ഷാഡോസ് ഏതെങ്കിലുമൊക്കെ കാണുമ്പോഴേ അത് സെൻസിറ്റീവ് ആണ്. പിന്നെ അവരുടെ ഫിയർ ഓഫ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെ ഇൻക്യൂറബിൾ ഡിസീസ് എനിക്കുണ്ടോ, എപ്പോഴും ആൻസൈറ്റി അബൌട്ട് ഹെൽത്ത് ആണ്. അതുകൊണ്ട് ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് അഗ്രിവേഷൻ ഫ്രം കോൾഡ് വെറ്റ് വെതർ അല്ലെങ്കിൽ കോൾഡ് എയർ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സർഷൻ അല്ലെങ്കിൽ അസെൻഡിങ് സ്റ്റേറ്റ്സ് ഓർ അഗ്രിവേഷൻ ഫുൾ. ഡോക്ടർ മ്യൂട്ടായിപ്പോയി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായിപ്പോയി. കാൽക്കരിയ കാർബ് ഇവിടെ തൊട്ട് മതിയല്ല. കാൽക്കരിയ കാർബ് റൂൾഡ് ഔട്ട് ചെയ്യുന്ന ഇത് കാൽക്കരി, ആ പേഷ്യന്റ് കാൽക്കരിയ കാർബ് അല്ല എന്നറിയാനാണെങ്കിൽ ആ പേഷ്യന്റ് പറയും, എനിക്ക് ഇൻഡിപെൻഡന്റ് ആണ് ഇഷ്ടം, എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട എന്ന് പറയുന്ന പേഷ്യന്റ് ബാക്കി എല്ലാ സിംറ്റവും കാൽക്കരിയുടെ വരുന്നുണ്ടെങ്കിലും അത് കാൽക്കരിയേ അല്ല. അപ്പോഴവിടെ റൂൾ ഔട്ട് ചെയ്യാം നമുക്ക്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സപ്പോർട്ട് വേണ്ട എന്ന് പറയുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത് കാൽക്കരിയേ അല്ല. അതുപോലെ when a person is not close to his family, ഫാമിലിയോട് അടുപ്പം ഇല്ല എങ്കിൽ അത് കാൽക്കരിയസ് അല്ല. എക്സെപ്റ്റ് കാൽക്കരിയ ഫ്ലോർ. കാൽക്കരിയ ഫ്ലോറിന് ഫാമിലിയോട് അറ്റാച്ച്മെന്റ് കുറവാണ്. കാരണം ഫ്ലൂർ വരുന്നതുകൊണ്ട്, ഫ്ലൂറിക്കം ആസിഡ് ഫ്ലൂർ പോലെ ഫ്ലൂറിക്കം വരുന്നതുകൊണ്ട് അവർക്ക് അറ്റാച്ച്മെന്റ് കുറവായിരിക്കും. When a person is fast, hasty and quick in action ആണ്, എല്ലാ കാര്യവും ഭയങ്കര സ്പീഡിന് ചെയ്യുകയാണെങ്കിൽ അവിടെയും കാൽക്കരിയ കാർബ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ എക്സെപ്റ്റ് കാൽക്കരിയ ഫോസോ അല്ലെങ്കിൽ കാൽക്കരിയ അയഡൈഡോ വരാൻ ചാൻസ് ഉണ്ട്. When a person is not have money minded, despite of having less money, കുറച്ച് പൈസയെ ഉള്ളെങ്കിലും ചുമ്മാ ലാവിഷമുള്ള പൈസ എടുത്ത് ലാവിഷായിട്ട് ചെലവാക്കുകയാണെങ്കിൽ അത് കാൽക്കരിയേ അല്ല. കാൽക്കരി എപ്പോഴും ഏതെങ്കിലും സപ്പോർട്ട് വേണം. മണി അവർക്ക് പോവർട്ടി ഉണ്ടാവുമോ എന്നുള്ള പേടിച്ച് അവരെപ്പോഴും മണിയെ സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. When a person generously donating money to needy person and does not want his name to be declared or anything in return, ഒരാള് ജനറസ് ആയിട്ട് നീഡി പേഴ്സണ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അയാളുടെ പേര് വെളിയിൽ കാണിക്കരുത്, അയാൾക്ക് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അത് ഒരിക്കലും കാൽക്കരി ആയിരിക്കില്ല. കാൽക്കരിക്ക് പണം ഉണ്ടെങ്കിൽ അവർ കൊടുത്താൽ അവരുടെ പേര് അവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കണം, എന്നാലേ കാൽക്കരി ആവുള്ളൂ. പിന്നെ എ പേഴ്സൺ ഈസ് റാഷ് ആണെങ്കിൽ, ഭയങ്കര റാഷ് ബിഹേവിയർ ആണ്, ബിഹേവിയർ ആയാലും ആക്ഷനിലും റാഷ് സ്പീഡ് കൂടുതലാണെങ്കിൽ അവിടെ കാൽക്കരിയേ അല്ല. എ പേഴ്സൺ ഈസ് നോട്ട് വെരി കെയർഫുൾ അബൌട്ട് ഹിസ് ഹെൽത്ത്, ഹെൽത്തിന് ഒട്ടും കെയർ ചെയ്യുന്നില്ലെങ്കിൽ അതും കാൽക്കരിയ അല്ല. എ പേഴ്സൺ ക്രേവ്സ് ഹോട്ട് ഫുഡ് ഓർ ഹോട്ട് ഡ്രിങ്ക്സിന്, ഭയങ്കര ചൂടോടുകൂടി കഴിക്കണമെങ്കിലും ഭയങ്കര ചൂടോടുകൂടി ആഹാരം കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും കാൽക്കരിയയിലേ വരത്തില്ല. കാൽക്കരി എപ്പോഴും ഡിസയർ ഫോർ കോൾഡ് ഫുഡ് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ആണ്. എക്സെപ്റ്റ് കാൽക്കരി ആഴ്സിന് വാം ഡ്രിങ്ക്സും വാം സൂപ്പൊക്കെ ഇഷ്ടമാണ്, വാം ഫുഡൊക്കെ ഇഷ്ടമാണ് കാൽക്കരി ആഴ്സ്. പിന്നെ എ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ആന്റിസിപ്പേഷൻ ഇല്ലെങ്കിലും അതും കാൽക്കരി അല്ല. ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതും കാൽക്കരി അല്ല. കാൽക്കേരിയ കാർബന്റെ കുറച്ച് റൂബ്രിക് എഴുതിയിട്ടുണ്ട്, ഞാൻ കൂടുതൽ എഴുതിയിട്ടില്ല.
ambition increased to make money. Anguish after hearing horrible things കേട്ട് കഴിഞ്ഞാൽ ആംഗ്വിഷ് ആകുകയാണെങ്കിൽ, ആന്റിസിപ്പേഷൻ ഡെന്റിസ്റ്റ് ബിഫോർ ഗോയിങ് ടു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ഭയങ്കര ആൻസൈറ്റി, ആന്റിസിപ്പേറ്ററി ആൻസൈറ്റി ഉണ്ടെങ്കിലും അത് കാൽക്കേരിയ കാർബാണ്. ആൻസൈറ്റി ഹൈപ്പോകോൺട്രിയേക്കാൾ മാനിയ ടു റീഡ് മെഡിക്കൽ ബുക്സ് വായിക്കണമെങ്കിൽ കാൽക്കേരിയ കാർബാണ്. ക്യൂറിയസ് അബൌട്ട് സൂപ്പർ നാച്ചുറൽ ആൻഡ് സ്പിരിച്വൽ മാറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അതും കാൽക്കേരിയ കാർബായിരിക്കും. പിന്നെ ഞാൻ ഒരു കേസ് പറയാം. ഒരു ലോബാർ ന്യൂമോണിയ കേസായിരുന്നു. ഒരു 2-3 മാസം മുമ്പ് ഒരു ലേഡി വന്നു, 30 വയസ്സുള്ള ഒരു ലേഡി വന്നായിരുന്നു. അപ്പൊ അവര് പനിയായിട്ട് വന്നു. എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്നതാണ്. അവര് പനിയായിട്ടാണ് വന്നത്. പനിയായിട്ട് വന്നപ്പോ ഞാൻ നോക്കി, ചെറിയ ചുമയുണ്ട്, ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. പനിക്കുള്ള മരുന്ന്, ആ കേസ് എടുത്തിട്ട് പനിക്കുള്ള മരുന്ന് കൊടുത്തു. പക്ഷേ ആ പേഷ്യന്റ് പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ പനിയും ഭയങ്കരം, എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വേഗം വാ, എന്താണെന്ന് അറിഞ്ഞൂടല്ലോ, എന്താ പ്രശ്നമെന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പേഷ്യന്റ് വന്നു. നോക്കിയപ്പോ റൈറ്റ് അപ്പർ ലോബ് ഓഫ് ദി റൈറ്റ് ലങ്ങില് നോക്കി ഞാൻ സ്റ്റെത്ത് വെച്ച് നോക്കിയപ്പോഴും അവിടെ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. ആ പുള്ളിക്കാരിക്ക് അവിടെ സൗണ്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോഴേ എനിക്ക് ഡൗട്ട് വന്നു, വല്ല കൺസോൾട്ടേഷൻ സംഭവിച്ച ന്യൂമോണിയ വല്ലതും ആണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി ഒന്ന്, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല, അവരൊരു പേടിച്ചൂറിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി ഒന്ന് എക്സ്റേ എടുത്തിട്ട് വാ, എക്സ്റേ നോക്കിയിട്ട് എന്തെങ്കിലും കഫക്കെട്ട് ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞു. പനിയും മാറുന്നില്ലല്ലോ, നമുക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി എക്സ്റേ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് ശരിക്കും അവിടെ കൺസോൾട്ടേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ലങ്ങിന് കൺസോൾട്ടേഷൻ വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. അതിന് GNM കോൺഫ്ലിക്റ്റ് പറയുന്നത് സ്കെയർ ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അവരുടെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തോ പേടിച്ചല്ലോ? ശരിക്ക് പേടിച്ചു. ശരിക്ക് പേടിച്ചു. ഈ പനി വരുന്നതിന് മുമ്പ് എന്താണ് അവിടെ വീട്ടിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങൾ പറയും? അവരൊരു വിധത്തിൽ പറയത്തല്ലേ. ഞാൻ പറഞ്ഞാലേ മരുന്ന് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ കിടപ്പിലായി പോവും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മോളുണ്ട്, മോൾക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ പറയൂ, എന്താ കാര്യം? അപ്പോഴാണ് അവർ പറഞ്ഞത്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ ഭയങ്കര എല്ലാത്തിനും കുറ്റപ്പെടുത്തലാണ്. കല്യാണം കഴിച്ച അന്ന് ചെന്ന തൊട്ട് തന്നെ കുറ്റപ്പെടുത്തല്. ഏത് കാര്യം പറഞ്ഞാലും, നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും എല്ലാത്തിനും കുറ്റമാണ്. പുള്ളിക്കാരി ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര സപ്പോർട്ട് വേണം പുള്ളിക്കാരിക്ക് എപ്പോഴും. അപ്പൊ പുള്ളിക്കാരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി, 2 സഹോദരന്മാരുള്ളത് ഗൾഫിലാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഹസ്ബൻഡ് ഈ കൊറോണ ടൈമിന് തിരിച്ചിങ് ഗൾഫിൽ നിന്ന് വന്നു, ഇവിടെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ്. അപ്പൊ പറഞ്ഞ്, നിന്റെ സ്വർണ്ണം എല്ലാം എടുത്ത് വിൽക്കാം, എന്നിട്ട് നമുക്ക് അതെടുത്ത് പൈസ എടുത്ത്. പുള്ളിക്കാരി സമ്മതിച്ചു, ഓക്കെ എന്ന് പറഞ്ഞ്. പക്ഷെ ആ ബിസിനസ് ഫ്ലോപ്പ് ആയിപ്പോയി. അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്ത, അത് ഫ്ലോപ്പ് ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ്, അപ്പൊ വീട് അയാളുടെ വീടാണ്, അയാള് വെച്ച വീടാണ്. അപ്പൊ പുള്ളി മ്യൂട്ടായിപ്പോയി. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം ഉണ്ടല്ലോ, അത് നമുക്ക് ലോൺ വെച്ചിട്ട് പൈസ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവള് ശരിക്കും പേടിച്ച്, ഇങ്ങനെ പൈസ ചെലവാക്കി എനിക്കിപ്പോ എന്റെ പെൺകുട്ടിയാണ്, ഞാൻ എന്താ ചെയ്യും? അപ്പൊ അവള് പറഞ്ഞു, അതെന്തായാലും പറ്റത്തില്ല, ഞാൻ എന്റെ ചേട്ടന്മാരുടെ അടുത്ത് ആലോചിച്ചിട്ടേ പറ്റുള്ളൂ. ചേട്ടന്മാരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ, നീ ഒരിക്കലും കൊടുക്കരുത്, നിന്നെ അവൻ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ആകപ്പെടും, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിന്റെ കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിവിട്ട്. അപ്പോഴത്തേക്ക് അവർ പേടിച്ച് വിറച്ചുപോയി. എവിടെ പോകാനാണ്, അവർക്കാണ് ഒരു സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ നോക്കില്ല. പുള്ളിക്കാരി വിറച്ച് അയാളെ കാലൊക്കെ പിടിച്ചു. പക്ഷെ ആ പുരയുടെ തന്നെങ്കിലേ അയാൾ കയറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ സഹോദരന്മാര് വിളിച്ച് സംസാരിച്ചു, ഒരിക്കലും പുരയിടം തരാൻ നിങ്ങൾക്ക് പറ്റൂലല്ലേ, നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളത് സമ്മതിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര വഴക്കായി, ബഹളമായി. അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് പിറ്റേ ദിവസം ഈ പനിയും ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഞാൻ എടുത്ത റൂബ്രിക്ക് ഡെലീറിയം ഫ്രൈറ്റ്ഫുൾ. പിന്നെ പുള്ളിക്കാരി ഒരു വാക്ക് പറഞ്ഞു, ഡോക്ടറെ എന്റെ ജീവിതം നശിച്ചിട്ട് ഡോക്ടറെ, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എന്റെ ജീവിതം മൊത്തം നശിച്ചു. ഞാൻ അതെടുത്തത് ഡെലൂഷൻ റൂയിന്റെ ഷീസ് റൂയിന്റെ.
ആസ് വെൽ ആസ് ഡെലൂഷൻ പെർസിക്യൂട്ടഡ് ഹി ഈസ് പെർസിക്യൂട്ടഡ്. ഇത് 3 റൂബ്രിക്കും കവർ ചെയ്യുന്നത് കാൽക്കേരിയ കാർബാണ്. ഞാൻ കാൽക്കേരിയ കാർബ് 200 ഒരു ഡോസ്, ഒരു 2 ഡ്രോപ്സ് 100 ml വെള്ളത്തിനകത്ത് ഒരു സക്കാരന്തരി എക്സ് ഒഴിച്ചിട്ട് 2 ഡ്രോപ്സ് ഒഴിച്ച് ഒരു 10 സക്കഷൻ വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു. ഒരു 5 ml വെച്ച് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് 5 ml കുടിച്ചതിന് ശേഷം 5 ml വാട്ടർ അതിനകത്ത് ഒഴിക്കണം. എന്നിട്ട് അടുത്ത തവണയും 10 സക്കഷൻ കൊടുത്തിട്ട് 5 ml കുടിച്ചിട്ട് 5 ml വാട്ടർ ഒഴിക്കണം. അങ്ങനെ 4 പ്രാവശ്യം വെച്ച് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരം എന്നെ വിളിക്കാൻ പറഞ്ഞു. വൈകുന്നേരം വിളിച്ച പറഞ്ഞ് അല്പ ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞെങ്കിൽ പിറ്റേന്ന് എന്നെ ഒന്ന് വിളിച്ച് പറയണേന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്നായപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഇത് ചുമ വേദനയ്ക്കും അല്പ ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു അത് എന്നെ കഴിക്കാൻ പറഞ്ഞ്. എന്നിട്ട് PL ഉം PT എല്ലാം കൊടുത്തിട്ടുണ്ട്, കഴിക്കാൻ പറഞ്ഞ്. എന്നിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ്, ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി കഴിച്ചു. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. പനിയൊക്കെ മാറി, ചുമയും ചെറുതായിട്ട് ചുമയുണ്ട്, പക്ഷെ ചെസ്റ്റ് പെയിൻ ഒക്കെ മാറി. അങ്ങനെ ഞാൻ വന്ന് സ്റ്റെത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു കൺസൾട്ടേഷൻ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്, ബ്രീത്തിങ് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ മെഡിസിൻ കറക്റ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ആക്ട് ചെയ്തിരിക്കും. സിംഗിൾ മെഡിസിൻ സിംഗിൾ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ആക്ട് ചെയ്തിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അതൊരു എൻ്റെ ഒരു അനുഭവമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഓരോ മെഡിസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അടുത്തത് കാൽക്കേരിയ ഫോസ് ആണ്. കാൽക്കേരിയ ഫോസ് മെഡിസിൻ ആണെങ്കിൽ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീൻ തിൻ പീപ്പിൾ വിത്ത് പ്രോമിനന്റ് ബോൺസ് ആൻഡ് ചില്ലി പേഷ്യന്റ് ആണ്, തേഴ്സ്ലെസ് പേഷ്യന്റ് ആണ്. മറ്റവരെ പോലെ തേഴ്സ്റ്റി അല്ല. ലോങ് ബോൺസ് ഇവര് ലീൻ തിൻ ടോൾ വിത്ത് പ്രോമിനന്റ് ലോങ് ബോൺസ് വിത്ത് തിൻ നെക്ക് ആണ് ഇവർക്ക് കൂടുതലുള്ളത്. കാൽക്കേരിയ ഫോസ് പേഷ്യന്റ് വെരി ആക്റ്റീവ് ആയിരിക്കും. മറ്റവരെ പോലെ സ്ലഗിഷ് ആയിട്ടുള്ളതും സ്ലോ ആയിട്ടുള്ളതും അല്ല. കാൽക്കേരിയ കാർബിനെ പോലെ അല്ല. വെരി ആക്റ്റീവ് ആൻഡ് റെസ്റ്റ്ലെസ് ആൻഡ് ഇൻഡസ്ട്രിയസ് ആയിരിക്കും കാൽക്കേരിയ ഫോസ് പേഷ്യന്റ്. ദേ കനോട്ട് സ്റ്റേ ഇൻ ഓൺ പ്ലേസ്, ഡിസൈഡ് ടു വാണ്ടർ ഓർ ട്രാവൽ. എവിടെയെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാനേ ഒക്കത്തില്ല. ആ ഇത് ഉള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും അവർക്ക് റുട്ടീൻ വർക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതിന് പകരം എവിടെയെങ്കിലും ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുക എന്നുള്ളതാണ് അവരുടെ. അത് കാരണം അവരുടെ ഫോസ്ഫറസ് എലമെന്റ് കൂടി നിൽക്കുന്നതുകൊണ്ടാണ്, പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഹു ലവ് ടു ട്രാവൽ ആൻഡ് വാണ്ടർ. ഇങ്ങനെ ഈ വാണ്ടർ ആൻഡ് ട്രാവലിംഗ് ഉള്ള 3 മാർക്ക് റെമഡീസ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ട്യൂബർക്കിളിനും ഉണ്ട്, മെർക്കുറി ഉണ്ട്, അയഡോ ഉണ്ട്, കാർസിനോസിനും ഉണ്ട്, ഇഗ്നേഷ്യ ഉണ്ട്. ഓരോന്നിന്റെയും നമ്മൾ സെപ്പറേറ്റ് ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് കാൽക്കേരിയ ഫോസിനാണെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്, വീട്ടിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കാൽക്കേരിയ എലമെന്റ് കിടക്കുന്നതുകൊണ്ട് തിരിച്ച് വീണ്ടും വീട്ടിൽ വരണം. അവർക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് റിമെയിൻ ചെയ്യാനൊക്കത്തില്ല. അവർക്ക് അവിടെ വാണ്ടർ ചെയ്തിട്ട് പതുക്കെ അലിഞ്ഞു തിരിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരണം. അതാണ് കാൽക്കേരിയ ഫോസ്. അതേസമയം അയഡോ ആണെങ്കിലോ അതിന് എപ്പോഴും ATP ഇങ്ങനെ ഭയങ്കരമായിട്ട് മെറ്റബോളിക് റേറ്റ് കൂടുതലായതുകൊണ്ട് അവരെപ്പോഴും ഔട്ട് ഓഫ് കപ്രീഷ്യസ്നെസ് ആണ്. ഒന്നിൽ നിന്ന് ചാടി അടുത്തതിൽ അവർ എനർജി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം, അവർ വിചാരിക്കുന്നത്. അതേസമയം ട്യൂബർക്കിളിനാണെങ്കിൽ എപ്പോഴും സ്പീഡാണ് അവർക്ക് ഇഷ്ടം. റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും അവര്. ട്യൂബർക്കിളിന് നമ്മള് ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലേ, അത് ട്യൂബർക്കിളിലെ പിള്ളേരായിരിക്കും. അവർ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും. കാറായാലും അവർക്ക് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഭയങ്കര സ്പീഡിന് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കാർസിനോസിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ട്രാവൽ ഇഷ്ടപ്പെടുന്ന എന്താണ്? ഹി ലവ്സ് ടു സീ ദ നേച്ചർ കാണാനായിട്ടാണ്. ഇഗ്നേഷ്യ ഡിസൈർ ടു ട്രാവൽ ആണെങ്കിൽ വാണ്ട്സ് ടു ഗോ ഫൈൻഡ് സോളിറ്റ്യൂഡ്, ഒഴിഞ്ഞ സ്ഥലം കാണാനാണ് ഇഷ്ടം. കാരണം അവരെപ്പോഴും സ്ട്രെസ്സിൽ നിന്ന് ഒഴിയാൻ, കാരണം ഹിസ്റ്റീരിക്കൽ റെമഡിയാണ്, എപ്പോഴും സ്ട്രെസ് അവർക്ക് ഉണ്ടായിക്കൊണ്ട് നിസാര കാര്യം മതി സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ് അവർ സോളിറ്റ്യൂഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്നത്. അതേസമയം നൈട്രിക് ആസിഡ് ട്രാവൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഭയങ്കര ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഉള്ളതാണ് നൈട്രിക് ആസിഡ്. ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടി അവർക്ക് ട്രാവൽ ഇഷ്ടമാണ്. അതേസമയം മെർക്കുറി ആണ് ട്രാവൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ അൺകൺട്രോൾഡ് ഇമ്പൾസ് ടു ട്രാവൽ ആണ്. എന്നാൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആള് മെർക്കുറി ആണ് പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഇറങ്ങി അങ്ങ് ഒന്നും പറയാതെ അങ്ങ് ഇറങ്ങിപ്പോവും. എവിടെ പോകുന്ന 2-3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും.
അവർ ആ ഒരു നേച്ചർ ആയിരിക്കും. ഞാൻ ഒരു അനാർക്കിസ്റ്റ് ബിഹേവിയർ ആയിരിക്കും അവർ കാണിക്കുന്നത് മെർക്കുറി. പിന്നെ ഇവരുടെ ബോഡി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ മൈൻഡ് ഭയങ്കര ഡല്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൊച്ചിന് ആണെങ്കിൽ അവൻ ഭയങ്കര ക്വിക്ക്, ഫിസിക്കലി ഭയങ്കര ക്വിക്കാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ മെന്റൽ എക്സോർഷൻ അവന് പെയിൻഫുൾ ആയിരിക്കും. ഡൾ മൈൻഡ് ഓഫ് കാൽക്കേരിയ കനോട്ട് ബെയർ എക്സോർഷൻ ഓഫ് സ്റ്റഡീസ്. അവർക്ക് പറ്റില്ല. കാൽക്കേരിയയുടെ ക്യാരക്ടറാണിത്. അവർക്ക് ഈ മെന്റൽ എക്സോർഷൻ ഒട്ടും പറ്റത്തില്ല. പക്ഷെ ബോസ്ഫറസന്റ് ആയ ഫിസിക്കലി ആയിട്ടുള്ള വാണ്ടറിങ് ആണെങ്കിൽ ഇഷ്ടമാണ്. പിന്നെ അത് നമ്മൾ അതുകൊണ്ടാണ് ഈ ഫേമസ് ഫോർ സ്കൂൾ ഗേൾസ് ഹെഡേക്കിന് ഏറ്റവും നല്ലതെന്ന്. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദനയായിട്ട് വരുന്ന പിള്ളേർക്ക് കാൽക്കേരിയ ഫോസിന്റെ ക്യാരക്ടറും ഉണ്ടാക്കിയാൽ, ചില്ലിയാണ് ടേസ്റ്റ്ലെസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാൽക്കേരിയ ഫോസ് കൊടുത്ത് കുറയ്ക്കാം. അതേസമയം നാട്രംസ് അങ്ങനെയല്ല. നാട്രത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഹെഡേക്ക് എന്ന് പറയുന്നത് അവർക്ക് ഐ സ്ട്രെയിൻ, ഒരുപാട് ഫിസിക്കൽ എക്സർഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് മൊബൈലും ഇതെല്ലാം നോക്കി ഐ സ്ട്രെയിനിൽ നിന്ന് വരുന്ന ഹെഡേക്കാണ് നാട്രത്തിന്റെ ഹെഡേക്ക്. അതേസമയം ഇവരുടെ ഹെഡേക്ക് എന്ന് പറയുന്നത് മെന്റൽ എക്സർഷൻ അവർക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കാൽക്കേരിയ ഫോസ് പീപ്പിൾ എപ്പോഴും റോസ്റ്റഡ് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നല്ല പൊരിച്ച സാധനങ്ങൾ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവർക്ക് സിമ്പതിയും കൺസലേഷൻ ഒന്നും ഇഷ്ടമല്ല. അവേർഷൻ ടു സിമ്പതി ഓർ കൺസലേഷൻ. പിന്നെ കാൽക്കേരിയ ഫോസ് ചിൽഡ്രൻ ആണെങ്കിൽ ലീൻ തിൻ ബിൽറ്റ് ആയിരിക്കും, ഇമാസിയേറ്റഡ് ആൻഡ് സങ്കൺ അബ്ഡമൻ ആയിരിക്കും, കുഴിഞ്ഞ അബ്ഡമൻ ആയിരിക്കും. അൺലൈക്ക് കാൽക്കേരിയ കാർബോയിസ് ഫ്ലാബി അബ്ഡമൻ ആയിരിക്കും. പിന്നെ കാൽക്കേരിയ ഫോസ് ചിൽഡ്രന്റെ ഡിഫക്റ്റീവ് ബോൺ ഡെവലപ്മെന്റ് ആണ്. ബോൺ മേ ബി കർവ്ഡ് ആയിരിക്കും. ദേ മേ റിസൾട്ട് ഇൻ സ്ലോ ലേണിംഗ് ടു വാക്ക്. നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ഇനി അടുത്തതെന്ന് കാൽക്കേരിയ ആഴ്സ് ആണ്. കാൽക്കേരിയ ആഴ്സ് എന്ന് പറഞ്ഞാൽ ചില്ലി കാൽക്കേരിയ വിത്ത് ഫസ്റ്റീഡിയസ്നെസ് ആൻഡ് ആൻസൈറ്റി ആൻഡ് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ആഴ്സനിക്കിന്റെ ഫസ്റ്റീഡിയസ്നെസ് ആണ്. അവര് ചെയ്താലേ അവർക്ക് പ്രോംപ്റ്റ് ആയിട്ട് ശരിയാവുള്ളൂ. എല്ലാം അടുക്കും ചിട്ടയും വേണം. ഭയങ്കര മെറ്റിക്കുലസ് ആണ്. എല്ലാം ഭയങ്കര, അവരെ ഉടുപ്പായാലും ഡ്രസ്സായാലും എല്ലാം ഭയങ്കര നീറ്റായിരിക്കും. ആഴ്സനിക്കിന്റെ പ്രഡോമിനൻസി ആണ് അവിടെ കൂടുതൽ കാണുന്നത്. എന്നാൽ കാൽക്കേരിയയുടെ ചില്ലിനെസ്സും ഉണ്ട്. ഇവർക്ക് അതുകൊണ്ട് ചില്ലി ആയതുകൊണ്ട് ഈ കാൽക്കേരിയ ആഴ്സിന് മാത്രമാണ് വാം സൂപ്പും വാം ഫുഡും ആണ് ഇഷ്ടം. ബാക്കി എല്ലാ കാൽക്കേരിയയ്ക്കും കോൾഡ് ഫുഡിനാണ് ഇഷ്ടം. പിന്നെ ഇവരുടെ ജനറൽ അഗ്രവേഷൻ ഓഫ് കാൽക്കേരിയ ആഴ്സ് എന്ന് പറഞ്ഞാൽ ആൾസാൽബിനെ പോലെയാണ്. അറൗണ്ട് മിഡ്നൈറ്റ് അല്ലെങ്കിൽ അറ്റ് 3 AM പിന്നെ ഇവരുടെ ഈ പീപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറക്ടേഷൻ വിത്ത് പാൽപിറ്റേഷൻ, ഹാർട്ട് കംപ്ലൈന്റ് കൂടെ വരും. അവർ പറയും, അയ്യോ തികട്ടി വരുന്നുണ്ട്, നെഞ്ചിടിപ്പ് കൊണ്ട് ഡോക്ടറെ എന്ന് പറയും. പീപ്പിൾ വിത്ത് സലൈവേഷൻ ആൻഡ് പാൽപിറ്റേഷൻ, പീപ്പിൾ ഹു ഹാവ് ലിവർ ആൻഡ് സ്പ്ലീൻ എൻലാർജ്മെന്റ് വിത്ത് പാൽപിറ്റേഷൻ ആണ്. എപ്പോഴും അവർ ഹാർട്ടുമായിട്ട് കംപ്ലൈന്റ് കോറിലേറ്റ് ചെയ്തിരിക്കും. ഇനി കാൽക്കേരിയ ഫ്ലോർ. കാൽക്കേരിയ ഫ്ലോർ ആണെങ്കിൽ ചില്ലി ആയിരിക്കാം, ചിലപ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആയിരിക്കാം, ചിലപ്പോൾ ചില്ലി പേഷ്യന്റ് ആയിരിക്കാം. ഏതായാലും അവർ ഭയങ്കര ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള കാൽക്കേരിയാണ് കാൽക്കേരിയ ഫ്ലോർ. ആസ് വെൽ ആസ് മണി മൈൻഡറ്റും ആയിരിക്കും അവര്. കാൽക്കേരിയ വിത്ത് ലെസ് അറ്റാച്ച്മെന്റ് ടു ഹോം, ഫാമിലി ആൻഡ് പേരൻസ്. ഇവർക്ക് ഒട്ടും അറ്റാച്ച്മെന്റ് കാണും, ചിലപ്പോൾ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ഫാമിലി, കാരണം ഫ്ലൂർ കിടക്കുന്നുണ്ടാണ്, ഫ്ലൂറിക്കം കിടക്കുന്നുകൊണ്ടാണ് അത് വരുന്നത്, ഫ്ലൂറേറ്റ കിടക്കുന്നുകൊണ്ടാണ്. പിന്നെ ലെസ് അറ്റാച്ച്മെന്റ് ടു ഹോം, ഫാമിലി ഓർ പേരൻസ്. അവരെ വേൾഡ് റിവോൾവ് അറൗണ്ട് മണി, ലക്ഷറി ആൻഡ് കാറാണ്. അവർക്ക് എപ്പോഴും മണി, പണം, ലക്ഷറി ആയിട്ടുള്ള തിങ്സും കാറും ഒക്കെയാണ് ഇഷ്ടം. ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ കാൽക്കേരിയ ഫ്ലോറിന്റെ മോസ്റ്റ് സ്ക്വയറിഷ്, ലെസ് ഫ്ലഷി ആൻഡ് വിത്ത് എക്സോസ്റ്റോസിസ് പ്രോമിനന്റ്. ബോൺ എല്ലാം ഭയങ്കര പ്രോമിനന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഷോസ് ഹാർഡ്നെസ്, ഇൻഡുറേഷൻ, എക്സോസ്റ്റോസിസ്, ട്യൂമേഴ്സ് വെൻ സൈക്കോസിസ് പ്രിഡോമിനന്റ് ആണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. ഷോസ് കർവേച്ചർ, ഫിസ്റ്റുല, കേരീസ് ആൻഡ് ക്യാൻസർ വെൻ സിഫിലിസ് പ്രിവെയിൽ ചെയ്യണമെങ്കിൽ. ബാക്കിയുള്ള കാൽക്കേരിയ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പായിരിക്കും. ആസ് വെൽ ആസ് കോംപ്രിഹെൻഷനും വളരെ ഈസി ആയിരിക്കും. ആസ് വെൽ ആസ് കോൺസെൻട്രേഷൻ വളരെ ആക്റ്റീവ് ആയിരിക്കും. എസ്പെഷ്യലി ഡൂയിങ് ബിസിനസ് ആൻഡ് അക്യൂമുലേറ്റിംഗ് മണി. എപ്പോഴും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അതാണ് അവരുടെ. അക്യൂമുലേറ്റ് ചെയ്യും, ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുക.
ഇൻസെക്യൂരിറ്റി ഓഫ് കാൽക്കേരിയ ഉണ്ട് ഇവർക്ക്. കാരണം ഇൻസെക്യൂർ ഫീലിംഗ് ആണ്. പണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കില്ല, നിലനിൽപ്പില്ല എന്നുള്ളൊരു തോന്നലാണ്. ഫിയർ ഓഫ് കമ്മിങ് of want and poverty makes them go into business too early in their age. ഇവർ കൊച്ചിലേ തന്നെ ബിസിനസ്സിലോട്ട് അങ്ങ് കയറും. കാരണം അവരുടെ ജീവിത സാഹചര്യം അതാണ്. They rarely pass their graduation because mind is too weak to concentrate on studies. അവരുടെ കോൺസെൻട്രേഷൻ മൊത്തവും മണി എങ്ങനെ ഉണ്ടാക്കാന്നാണ്. Only one thing, that is how to make money. In childhood they are difficulty in reading and studying, but they grown up, they can use their brain for business very well because they are very selfish ആണ്. സെൽഫിഷ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫിഷ് ഗെയിൻ കിട്ടുകയുള്ളൂ. പിന്നെ ഇവര് ക്രേവ്സ് സ്വീറ്റ്സ്, എല്ലാ കാൽക്കേരിയസിനും സ്വീറ്റിനോട് ക്രേവിംഗ് ഉണ്ട്. പക്ഷെ ഇവർക്ക് റിച്ച് ഫുഡ് ഇഷ്ടമല്ല. പക്ഷെ സഹകരിയ പോസൊക്കെ റോസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് തിന്നാൻ, ഡ്രൈ റോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തിന്നാണ്. ഇതിനകത്ത് ഇഷ്ടമല്ല, റിച്ച് ഫുഡ് ഇഷ്ടമല്ല. പിന്നെ ഇൻസെക്യൂരിറ്റി അറ്റ് ദ ജനറ്റിക് ലെവൽ, ഇവരുടെ എല്ലാ കാൽക്കേരിയക്കും ഇൻസെക്യൂർ ഫീലിംഗ് ആണ് അവരുടെ ജീൻസിൽ കിടക്കുന്നത്. അതുകൊണ്ട് അവരെപ്പോഴും അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ കൂട്ടി വയ്ക്കും. ദിസ് ഈസ് സീൻ ഇൻ ഓൾ ദെയർ സെൽസ് ആൻഡ് ടിഷ്യൂസ് ആസ് വെൽ. Slightest injury to skin, bones or internal tissues will cause defense to thicken or indurate or deposit of fibrin for extra safety വേണ്ടി അവരിങ്ങനെ തിക്കൻ ചെയ്തുകൊണ്ടിരിക്കും. This give rise to callosities, corns on the skin, exostosis, calcaneus spur in bones, fibroid in uterus, keloid after operation. ഇതെല്ലാം ഉണ്ടാകും. കാരണം അത് ഇൻസെക്യൂർ ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ്. ഓവർ കോൺഷ്യസ് ഡിഫൻസ് ഓഫ് കാൽക്കേരിയ ഫ്ലോർ ഡ്യൂ ടു ഇൻസെക്യൂരിറ്റി അബൌട്ട് ദെയർ ഫ്യൂച്ചറിനെ പറ്റി എപ്പോഴും ഇൻസെക്യൂർ ആണ്. അതുകൊണ്ടാണ് ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള കാൽക്കേരിയ എന്ന് പറഞ്ഞാൽ കാൽക്കേരിയ ഫ്ലോർ, ആസ് വെൽ ആസ് മണി മൈൻഡഡ് ആയിട്ടുള്ള കാൽക്കേരിയ ആണ്. ബാക്കിയുള്ളവർക്ക് മണി മൈൻഡഡ് ഉണ്ട്, പക്ഷെ ഇവർക്ക് ഒത്തിരി കൂടുതലാണ് സെൽഫിഷ്നെസ് ഉള്ളതുകൊണ്ട് സെൽഫിഷ് ഗെയിൻ ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കി സുഖിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് കാൽക്കേരിയ മൂർ. കാൽക്കേരിയ മൂർ വലുതായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. ജാൻ ഷോൾട്ടൻ പറയുന്നത് മ്യൂറിയാറ്റിക് ഹാവിങ് അറ്റാച്ച്മെന്റ് ടു മദർ ആണ്, മദറിനോടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ. കാൽക്കേരിയ മൂർ ഹാസ് വണ്ടർഫുൾ റിസൾട്ട് ഇൻ കോഴ്സ് ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പിക്ചർ ഓഫ് കമ്പൈനിങ് കാൽക്കേരിയ ക്വാളിറ്റീസ് ആൻഡ് മ്യൂറിയാറ്റിക് ക്വാളിറ്റീസ്. കാൽക്കേരിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടിമിഡ്, ആങ്ഷ്യസ് ആൻഡ് ആന്റിസിപ്പേറ്ററി ഡിസയർ സപ്പോർട്ട് ഓഫ് സമ്മൺ, അത് കാൽക്കേരിയയുടെ അതും ഉണ്ടാവും. ആസ് വെൽ ആസ് മ്യൂറിയാറ്റിക്കത്തിന്റെ എന്ന് പറഞ്ഞാൽ വാം റെമഡിയാണ്. ഈ മ്യൂറിയാറ്റിക് എപ്പോഴും ഹോട്ട് റെമഡിയാണ്. പക്ഷെ ചില്ലിക്കും വേണം കൊടുക്കാം. റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും മ്യൂറിയാറ്റിക് എപ്പോഴും റിസർവ്ഡ്. അനാട്രമോർ, കാൽക്കേരിയ കാലിമോർ എല്ലാം റിസർവ്ഡ് പേഴ്സൺസ് ആയിരിക്കും. 1-to-1 റിലേഷൻഷിപ്പേ അവർക്ക് കാണുള്ളൂ. റിസർവ്ഡ്, ഇൻട്രോവേർട്ടഡ് ആൻഡ് സീക്കിംഗ് സപ്പോർട്ട് ഓഫ് മദർ. എപ്പോഴും മദറിന്റെ സപ്പോർട്ട് അവർക്ക് വേണം. This mother support could be slightly modified to anyone who gives nourishment. ആര് നറിഷ്മെന്റ് കൊടുത്താലും അത് മദർലി സപ്പോർട്ട് എന്ന് അവർ വിചാരിക്കും. ഹെൻസ് ഇറ്റ് കുഡ് ബി ഫാദർ ആണെങ്കിൽ പോലും അവർ മദർലി ലവ് എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ കാൽക്കേരിയ മൂർ ഈസ് ഹോട്ട് ഓർ ചില്ലി ആയിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് എ റിസർവ്ഡ്, ഇൻട്രോവേർട്ടഡ്, നീഡിങ് മദേഴ്സ് സപ്പോർട്ടും വേണം. ഇതാണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത്. അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ കാൽക്കേരിയ സൾഫാണ്. കാൽക്കേരിയ സൾഫ ആണെങ്കിൽ ഏറ്റവും ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം ഏറ്റവും കൂടുതലുള്ള റെമഡിയാണ് കാൽക്കേരിയയിൽ. ഏറ്റവും സെൽഫ് എസ്റ്റീം കൂടുതലുള്ള റെമഡിയാണ് കാൽക്കേരിയ സൾഫ. ആസ് വെൽ ആസ് ആംഗ്രി ആൻഡ് കോറൽസം റെമഡിയാണ്. ആൻഡ് കറേജിയസ് കാൽക്കേരിയാണ്. ഭയങ്കര ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ള കാൽക്കേരിയാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നാണ് കാൽക്കേരിയ. കാൽക്കേരിയ എല്ലാം ടിമിഡ് ആണ്, പക്ഷെ ഇവിടെ ഇത് കറേജിയസ് റെമഡിയാണ് കാൽക്കേരിയ സൾഫ്. ഈഗോയിസ്റ്റിക്, ആംഗ്രി ആൻഡ് കോറൽസം റെമഡിയാണ്. ഹി ലവ്സ് ടു ബി, ഓൾവേസ് വാണ്ട്സ് ടു ബി അപ്രീഷിയേറ്റഡ്. ഏത് കാര്യം ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടും. ലെമൻജി നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അതിന് സാർ ഒരു ഉദാഹരണം പറഞ്ഞേ, I have done so much for the family, but no one in the family seems to take notice of it. They always praise and appreciate my younger brother, who is very happy-go-lucky ആണ്.
ഇംപ്രസസ് മൈ പേരൻസ് വിത്ത് സ്വീറ്റ് ടോക്സ് വെച്ച് അവരെ ഇംപ്രസ് ചെയ്യും. അതുകൊണ്ട് അവനെ അങ്ങ് സപ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സമനോ എന്നെ നോക്കുന്ന പോലെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇതൊരു കൊച്ച്, എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള കൊച്ച്, അതിന്റെ ഇളയ കൊച്ച് 4 വയസ്സിന് ഇളയതാണ്. അപ്പൊ ഈ പെൺകൊച്ച, മറ്റേ മൂത്ത കൊച്ച പെൺകൊച്ചാണ്, ഇളയത് ആൺകൊച്ചാണ്. അപ്പൊ ഇളയ കൊച്ചിനെ അവര് കുറച്ച് പാമ്പർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോ ഇവള് നല്ല ഇങ്ങനെ ഭയങ്കര കറേജിയാണ്. അപ്പൊ അവൾക്ക് ദേഷ്യമാണ്. ഇവള് പറയും, എന്തിനാ അവനെ മാത്രം സ്നേഹിക്കുന്നത്? ഞാൻ എന്തെല്ലാം ചെയ്യുന്നത്, അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളെല്ലാവരും അവനെ സ്നേഹിക്കുന്നത് എന്തിനാ എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ വന്നത് ഇവിടെ മൂക്കിന്റെ ഈ ലെഫ്റ്റ് സൈഡില് ഒരു വലിയ വാട്സ് ആയിരുന്നു. അപ്പൊ ഈ ക്യാരക്ടർ എനിക്ക് ആദ്യമൊന്നും കിട്ടിയില്ല. വേറെ മരുന്നൊക്കെ കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ ആ അമ്മയെ വിളിച്ചിട്ട് എന്താണ് ഇവളുടെ സ്വഭാവം എങ്ങനെയാണ്, അപ്പോഴാണ് അറിയുന്നത് ഭയങ്കര ജലസിയാണ്. ആ ഇളയ കൊച്ചിനെ കണ്ടേ വിടാ, ഭയങ്കര ജലസിയാ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാൽക്കേരിയ സൾഫർ, നല്ല തടിയുണ്ട്, ഫാറ്റി ഫ്ലാബി കൊച്ചാണ് പെൺകൊച്ച്, നല്ല ഫെയറാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാൽക്കേരിയ സൾഫർ 200 ഒരു ഡോസ് കൊടുത്തതേ ഉള്ളു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അത് ഇളകിപ്പോയി. ആ കൊച്ചു പോലും അറിഞ്ഞില്ല. അത്രയും നല്ല ഭയങ്കര എന്നാൽ ഞാൻ കറക്റ്റ് നമുക്ക് ആ ജനറ്റിക് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാല് ഒറ്റ സിംഗിൾ ഡോസ് കൊടുത്താൽ മതി. ഇവര് ആംഗ്രി, അഗ്രസീവ്, ലൊക്കേഷ്യസ് ആൻഡ് പെർഫെക്റ്റ്ലി മാനിപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആണ്. കാൽക്കേരിയ തെർമൽസ് ആൻഡ് തേസ്റ്റ്, അവരുടെ തെർമൽസ് എന്ന് പറഞ്ഞാൽ കാൽക്കേരിയ സൾഫർ ഹോട്ട് പേഷ്യന്റ് ആണ് എപ്പോഴും. തേസ്റ്റ് നല്ലപോലെ ഉണ്ട്. പിന്നെ ഇവര് ജലസി വന്നിട്ട് അവസാനം ഹേട്രറ്റ്, ഈ ആൺകൊച്ചിനെ ഇവരില്ലെങ്കിൽ ഈ ആൺകൊച്ചിനെ ഉപദ്രവിക്കും, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അപ്പൊ ആ കൊച്ചാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങ് സിവിലിറ്റിക്കായിട്ട് അങ്ങ് മാറിക്കളഞ്ഞു അവള്. അപ്പൊ അങ്ങനെയാണ് കാൽക്കേരിയയുടെ ആങ്കർ. ഇവരുടെ ആങ്കർ എന്ന് പറയുന്നത് എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടത്തില്ല, ഹോം വെപ്പിച്ചങ്ങിരിക്കും. ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോ അങ്ങനെയായിരുന്നു, ഭയങ്കര ഇതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വീക്ക്നെസ്സും ടയർഡ്നെസ്സും ആയിരിക്കും. ആങ്കർ കംസ് ഓൺലി വെൻ ദെയർ ഇമേജ് ഈസ് ത്രട്ടൻഡ്. അവരുടെ ഈഗോയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അവര് ഈഗോയെ കട്ട് ചെയ്യുന്നതിൽ അവര് ഒരു കോംപ്രമൈസും ഇല്ല. ഇതാണ് കാൽക്കേരിയ സൾഫിന്റെ ക്യാരക്ടർ. കാൽക്കേരിയ സൾഫിനെ നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, കാൽക്കേരിയ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാൽക്കേരിയാണ്. കംപ്ലൈൻസ് ഹീസ് നോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെന്ന് എപ്പോഴും ലെമന്റ് ചെയ്തുകൊണ്ടിരിക്കും, പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. അവേർഷൻ ടു പീപ്പിൾ ഹു ഡു നോട്ട് എഗ്രി വിത്ത് ഹിം. അവരുമായിട്ട് ഒട്ടും എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവരെ ഇഷ്ടമേ അല്ല. അവേർഷൻ ടു ആൻസർ ക്വസ്റ്റ്യൻസ്. ഹേറ്റ്രഡ് ടു പേഴ്സൺസ് ഹു ഡു നോട്ട് എഗ്രി വിത്ത് ദം. പക്ഷെ ഇവര് ഡെലിക്കേറ്റ് പീപ്പിൾ ആണ്. ഹേറ്റ് വാക്കിംഗ് ആൻഡ് ഹേറ്റ് സ്പോർട്സ്. ഈ കൊച്ചിന് അതുപോലെ നടക്കാൻ ഇഷ്ടമില്ല, നല്ല തടി. ഇപ്പൊ പറഞ്ഞു മോളെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ കുറയുമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന് ശരിക്കും കാൽക്കേരിയ സൾഫ് ക്യാരക്ടർ ആയിരുന്നു. അതാണ് സ്പോർട്സിലൊന്നും പങ്കെടുക്കത്തേ ഇല്ല. ഡാൻസ് പഠിക്കാൻ പോയത് ഡാൻസിന് ഇഷ്ടമില്ല. ഹോട്ട്, തേസ്റ്റി, ടിമിഡ്, കോറൽസം, ആംഗ്രി കാൽക്കേരിയാണ് കാൽക്കേരിയ സൾഫ്. ഇനി കാൽക്കേരിയ അയഡേറ്റോ ആണെങ്കിൽ ഹോട്ട് കാൽക്കേരിയ വിത്ത് ഗ്ലാൻഡുലാർ അഫഷൻ ആണ്. ഗ്ലാൻഡുലാർ കാൽക്കേരിയാണ് കാൽക്കേരിയ അയഡൈഡ്. അത് പറഞ്ഞാൽ സൈക്കോസിബിലിറ്റിക് ആണ്. ഗ്ലാൻഡ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് സെൽസ് ആണ്. അപ്പൊ ദാറ്റ് ഈസ് സൈക്കോട്ടിക് ആണ്. പിന്നെ അത് സിബിലിറ്റിക്കിലോട്ട് മാറും. ദിസ് ഈസ് ആൻ ഇംപേഷ്യന്റ് റെസ്ലെസ് കാൽക്കേരിയ ആണ്. കാരണം അയഡൻ കിടക്കുന്നതുകൊണ്ടാണ് ഇംപേഷ്യന്റ് റെസ്ലെസ്സും വരുന്ന. ഹോട്ട് കാൽക്കേരിയ വിത്ത് ഇൻടോളറൻസ് ടു കോൾഡ് വിൻഡ്. ഹോട്ട് കാൽക്കേരിയ ആണെങ്കിലും കോൾഡ് വിൻഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാവൂല. ഓവൽ ഷേപ്ഡ് ഫേസ് ആയിരിക്കും, ഷാർപ്പർ ഫീച്ചേഴ്സ് ആയിരിക്കും. തിൻ ആൻഡ് അയഡിൻ എലമെന്റ് കിടക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിരിക്കും. കാൽക്കേരിയ വിത്ത് ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ്, ഗ്ലാൻഡുലാർ ഇൻവോൾവ്മെന്റ് വിത്ത് ഇമാസിയേഷൻ ആയിരിക്കും. People who are hot, desire for open air, sensitive to wind and draft, they get headache from riding in a motorcycle or exposed to cold draft. Female who suffer from thyroid problem during puberty, menses, pregnancy, etc. Goiter associated with the female hormonal imbalance in നല്ലൊരു റെമഡിയാണ് കാൽക്കേരിയ അയഡേറ്റ്. ഇനി മാർബിൾ എന്ന് പറയുന്നതും കാൽക്കേരിയയിൽ വരുന്നതാണ്. മാർബിള് അവരെന്നെ ഭയങ്കര ഈഗോയിസ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള റെമഡിയാണ്. മാർബിള് പോലെ തന്നെ നമ്മുടെ
പണ്ട് ഇന്ത്യയുടെ എല്ലാം ഉണ്ടാക്കുന്ന മാർബിള്, താജ്മഹൽ മാർബിള് റിച്ച് ആൻഡ് ഫേമസ് ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അവർക്ക് തന്നെ ഒരു 40 കാൽക്കരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൗഡാണ്, ഞാനാണ് വലിയവളെന്ന്, ഞാനാണ് രാജ്ഞി എന്ന് വിചാരിക്കുന്നത് മാർബിൾ കാൽക്കരിയാണ് മാർബിള്. അവരുടെ തോന്നല് ഡെലൂഷൻ ദാറ്റ് ഇസ് ദേ ആർ ഗ്രേറ്റ് പേഴ്സൺ ആണെന്നും അല്ലെങ്കിൽ നോബിൾ പേഴ്സൺ ആണെന്നും അവർക്ക് ഒരു തോന്നലുണ്ടായിരിക്കും. പിന്നെ അവർക്ക് ചില്ലി ടേസ്റ്റ്ലെസ് ആണ്, ലൗഡ് ലക്ഷൂറിയസ് ലൈഫ്, ലൈക്ക് മഹാരാജയെ പോലെ ലക്ഷൂറിയസ് ലൈഫ് നടത്താനാണ് ഇഷ്ടം. ലക്ഷറിയാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ കരേഴ്സിഡ്, അവരെപ്പോഴും പാമ്പർ ചെയ്തുകൊണ്ടിരിക്കണം, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഗ്രാനൈറ്റും ഏറ്റവും കട്ടിയുള്ള കൽക്കരിയാണ്. അവർക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഒന്നും അവർക്കാണെങ്കിൽ സിഫിലിറ്റിക് ആണ്. ഗ്രാനൈറ്റ് എപ്പോഴും സിഫിലിറ്റിക് ആണ്. ഫ്രം സ്ലോ മൂവിങ് ഡിസ്ട്രക്റ്റീവ് ഡിസീസ് ലൈക്ക് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് rheumatoid arthritis, Hashimoto's thyroiditis, slow cancerous tumors and retinal detachment. The speed never be fast enough to cause leukemia പോലുള്ള അസുഖമൊന്നും ഉണ്ടാക്കില്ല, ന്യൂമോണിയ ഓർ മെനിഞ്ചൈറ്റിസ്. ഗ്രാനൈറ്റ് നെവർ ലവ്സ് വാനിറ്റി ആൻഡ് ഷോ, ഒന്നും ഇഷ്ടമല്ല. ഇത് ലൈക്സ് ടു ബി ക്രൂഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. ആൻഡ് it has no scope for love, affection, caresses. ഇതൊന്നും സ്നേഹിക്കുന്നൊന്നും ഇഷ്ടമേ അല്ല, അവർക്ക് വെറുപ്പാണ്. They need independent and hate help ഒന്നും ഇഷ്ടമേ അല്ല. കമ്പനി ഇഷ്ടമല്ല, അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം ഗ്രാനൈറ്റ്. ഇനി ഇതിന്റെ വൈറ്റൽ ഡിഫറൻഷിയേറ്റീവ് പോയിന്റ്സ് എല്ലാ കാൽക്കരിയ സോൾട്ടിന്റെയും പറയാം. കാൽക്കരിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ടിമിഡ് ആണ്, ആങ്ഷ്യസ്, ഇൻസെക്യൂർ ആയിട്ടുള്ളതാണ്, എപ്പോഴും ഓൾവേസ് വാണ്ട് സപ്പോർട്ടാണ്. കാൽക്കരിയ ആഴ്സ് ചില്ലിയാണ്, പക്ഷെ ആഴ്സ് കിടക്കുന്നതുകൊണ്ട് ഫസ്റ്റീരിയസ് ആൻഡ് ആങ്ഷ്യസ് കാൽക്കരിയാണ് വിത്ത് ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ആണ് ആൻഡ് പാൽപിറ്റേഷൻ. കാൽക്കരിയ ഫോഴ്സ് ആണെങ്കിൽ ചില്ലി കാൽക്കരിയ, പക്ഷെ ടേസ്റ്റ്ലെസ് ആണ്, ആക്റ്റീവ്, ഫിസിക്കലി ആക്റ്റീവ് ആണ്, റെസ്റ്റ്ലെസ് ആണ്, ട്രാവലിങ്ങും വാണ്ടറിങ്ങും ഇഷ്ടമുള്ള കാൽക്കരിയാണ് കാൽക്കരിയ ഫോഴ്സ്. കാൽക്കരിയ മൂർ ആണെങ്കിൽ എപ്പോഴും മദർലി അറ്റാച്ച്ഡ്, ഇൻട്രോവെർട്ടഡ് ആൻഡ് റിസർവ്ഡ് കാൽക്കരിയ ആയിരിക്കും. കാൽക്കരിയ ഫ്ലൂർ ആണെങ്കിൽ ഭയങ്കര സെൽഫിഷ്, മണി മൈൻഡഡ് കാൽക്കരിയ ആയിരിക്കും. കാൽക്കരിയ സൾഫാണ് ഈഗോയിസ്റ്റിക് ആൻഡ് ഒബ്സ്റ്റിനേറ്റ്, കറേജിയസ് കാൽക്കരിയ ആയിരിക്കും. കാൽക്കരിയ അയഡൈഡ് ആണ്, എപ്പോഴും ഇംപേഷ്യന്റ് കാൽക്കരിയ ആയിരിക്കും. അതിന്റെ ഡിപ്രഷനിലോട്ട് പോകും, സിവിലിറ്റിക്കാണ് അത്, ഡിപ്രഷനിലോട്ട് പോയിട്ട് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യും. കാൽക്കരിയ ആഴ്സ് എപ്പോഴും ലവ് വാം സൂപ്പാണ് ഇഷ്ടം. കാൽക്കരിയ ഫോഴ്സ് ലവ്സ് ട്രാവൽ ആൻഡ് വാണ്ടറിങ് ആണ്. Calcaria more clings to mother. Calcaria floor clings to money. And Calcaria sulf clings to ego. Ego ഏറ്റവും കൂടുതലുള്ളതാണ് കാൽക്കരിയ സൾഫ്. കാൽക്കരിയ അയഡൈഡ് clings to God ആണ്. ഇത്രയാണ് കാൽക്കരിയ. ലാസ്റ്റ് പറഞ്ഞ എന്താ ഡോക്ടർ? ക്ലിങ്സ് ടു God. അയഡൈഡ്. പിന്നെ കാൽക്കരിയ റൂളായിട്ട് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കരിയ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ മണി വിത്ത് ആംപിൾ ഓഫ് ഇറ്റ് ആൻഡ് കണ്ടന്റ് വെൻ ഹി ഈസ് ക്ലിങ്ങിങ് ടു ഗോഡ് ഓർ റിലിജൻ ഫോർ സപ്പോർട്ട്. അത് നമുക്ക് റൂളായിട്ട് ചെയ്യാനൊക്കില്ല, കാരണം അവർക്ക് മണിയോട് താല്പര്യമില്ല, പക്ഷെ ഇഷ്ടം പോലെ പണമുണ്ട്, അതിൽ അവർ സംതൃപ്തയാണ്. പക്ഷെ അവര് ദൈവത്തിന് ക്ലിങ് ചെയ്യും, അല്ലെങ്കിൽ റിലിജിയനെ ക്ലിങ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കാൽക്കരിയ ആയിരിക്കും. അതുപോലെ കാൽക്കരിയ ആയിരിക്കും, ഏതെങ്കിലും കാൽക്കരിയ ആയിരിക്കും. ഈ പറഞ്ഞ കാൽക്കരിയയിൽ ആരെങ്കിലും ആയിരിക്കും. കാരണം അവർക്ക് പണം വേണം, പോവർട്ടി ആകുന്നു എന്നുള്ളത് കൊണ്ടാണ് സപ്പോർട്ട് വേണം. അവർക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ് പണത്തെ ആശ്രയിക്കുന്നത്. പക്ഷെ പണം ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക്. പണമുള്ള ഫാമിലി ജനിച്ച കുട്ടിയായിരിക്കാം, കാൽക്കരിയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. ഒന്നെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും, അവരുടെ കമ്പാനിയനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യും. ദൈവം വേണം, ദൈവം എന്നും ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ കാണും. എല്ലാരും അങ്ങനെയാണോ? കാൽക്കരിയ ഗ്രൂപ്പ് മൊത്തം അങ്ങനെ. അല്ലെങ്കിൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും വേണം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് എന്നിട്ട് അവിടുത്തെ ഡിസേബിൾ ആയിട്ട് കഴിയും. അവർക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ആണ് എപ്പോഴും അവർക്ക്. പിന്നെ സൈക്കോസിസിലാണെങ്കിൽ
ഈ പിന്നെ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ക്ലോസ് ടു ഫാമിലി, ഇപ്പൊ പറഞ്ഞില്ലേ കാൽക്കേരിയ ഫ്ലൂറ ആണെങ്കിൽ ഫാമിലിയോട് ക്ലോസ്ഡ് അല്ല, പക്ഷെ ബട്ട് ക്ലോസ്ഡ് അത് പക്ഷെ മണിയോടാണ് ക്ലോസ്. അപ്പൊ മണിയെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കും, പണം വേണമെന്നുള്ളത്. അല്ലെങ്കിൽ ബട്ട് ക്ലോസ് ടു ഫ്രണ്ട് ഓർ റിലീജിയസ് ഓർഗനൈസേഷൻ ബിക്കോസ് ഹി ഗെറ്റ്സ് മോർ സപ്പോർട്ട് ഫ്രം ഫാമിലി. ഫാമിലിയെക്കാളും അവിടെയാണ് സപ്പോർട്ട് കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് കയറി ചായി. അതാണ് അവിടെ. പിന്നെ ഇവന് എപ്പോഴും സൈക്കോസിസിൽ സിവിലിസിന് ആങ്സൈറ്റി, ആന്റിസിപ്പേഷൻ ആൻഡ് ഫിയർ ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ മോസ്റ്റ്ലി കാൽക്കേരിയ കാർബ് റൈറ്റ് സൈഡഡ് ആണ്. ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിലും കാൽക്കേരിയയുടെ ബാക്കി എല്ലാ ക്യാരക്ടറും ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കേരിയ കാർബ് കൊടുക്കാം. എത്രയാണ് തീർന്നു? തീർന്നാൽ എന്ത് നല്ല വെടിക്കെട്ട് ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. എന്തായാലും കാൽക്കേരിയ ഫാമിലിയെ കുറിച്ച് ഇത്രയും നല്ലൊരു ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതിലെ ഓരോ ഡിഫറൻസിയേഷൻ, കാൽക്കേരിയ കാർബ്, കാൽക്കേരിയ അയോഡൈഡ്, കാൽക്കേരിയ ആഴ്സ്, കാൽക്കേരിയ ഫോസ്, അതിനെയെല്ലാം ഇത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞാണ് ഇപ്പൊ കേൾക്കുന്നത്. വളരെ സന്തോഷം, നല്ല ക്ലാസ് ആയിരുന്നു. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം. ജയലളിത ഡോക്ടർ ഒരു സംശയം ചോദിച്ചിരുന്നു, ഏത് ബുക്കാണ് ഡോക്ടർ റെഫർ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ജെനറ്റിക് ഹോമിയോപ്പതിക് മെറ്റീരിയൽ ജെനറ്റിക് മെറ്റീരിയൽ ബൈ പ്രഫുൽ വിജേക്കർ. ജെനറ്റിക് മെറ്റീരിയൽ ബൈ പ്രഫുൽ വിജേക്കർ. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. താങ്ക് യു മാം. ജയലളിത അല്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ പറഞ്ഞോളൂ. എല്ലാം നല്ല സെഷൻ ആയിരുന്നു മാമിന്റെ. എല്ലാം അതെ നല്ലപോലെ റെഫർ ചെയ്ത് പേഷ്യന്റിന്റെ ലാംഗ്വേജിൽ പറഞ്ഞു തരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ നല്ല എളുപ്പമായിട്ട് തോന്നിയത്. മാമിന്റെ ക്ലാസ് എല്ലാം നല്ല പേഷ്യന്റിന്റെ ലാംഗ്വേജില്, പേഷ്യന്റ് പറയുന്ന അതേ ലാംഗ്വേജിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അതാണ് നമുക്ക് കിട്ടാത്തത്. എന്തായാലും കാൽക്കേറിയനെ കുറിച്ച് ഒത്തിരി നല്ല അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു മാമിന്. ഒത്തിരി നന്ദി മാം. ഇനി അതുപോലെ എല്ലാവർക്കും സോമൻ ഡോക്ടറോട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. പറഞ്ഞുതരാം. അത് തന്നെ. സോമൻ ഡോക്ടർ ഹോമിയോപ്പതി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെ ഇരിക്കുകയും പെൻഷൻ റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് വർഷമായി. ഒരുപാട് വർഷമായി പെൻഷനായി എങ്കിൽ പോലും കണ്ടിട്ട് പറയൂല എന്തോ സന്തൂർ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? കമന്റ്സ്? മറിയാമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറിയാമ്മ ഡോക്ടറെ, മറിയാമ്മ ഡോക്ടർ ഇല്ലേ? ഉണ്ട്. അറിയാം ഡോക്ടർ എല്ലാം ശ്രദ്ധാപൂർവം ഇതുപോലെ കേട്ട് എഴുതിയൊക്കെ വയ്ക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ എന്തെങ്കിലും സമയോടൊപ്പം എത്താൻ ഇച്ചിരി പാടാണ്. അത് ഞാനെപ്പോഴും ഫാസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ്. കാൽക്കേരിയ ആഴ്സാണോ? കാൽക്കേരിയ അയടം ചേർന്നതാണ്. അയടം ശരിയാണ്. സ്പീഡ് ഭയങ്കര സ്പീഡാ. കാൽക്കേരിയ അയടോ ഇരിക്കും. പേടിയൊന്നുമില്ല. കൊറേയൊക്കെ ഓടി എത്തി, തന്നെ ഓടി എത്തിയിട്ടുണ്ട്. അല്ല, ഇന്ന് അത്ര കുഴപ്പമില്ലായിരുന്നു. ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാൽക്കേരിയയുടെ. ജനറ്റിക് ക്യാരക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും. നല്ല രസമാണ്. ഗ്രാനൈറ്റിന്റെ ഗ്രാനൈറ്റ് ആണെങ്കിൽ നേരെ മാർബിളിന് അഗൻസ്റ്റ് ആണ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, ഹാർട്ടാണ്. അവർ ഒന്നും സംസാരിക്കൂല, ഭയങ്കര. പക്ഷെ അവർക്ക് എപ്പോഴും സിഫിലിറ്റിക് ഡിസീസാണ് വരുന്നത്, ആട്ടോഇമ്യൂൺ ഡിസീസസ് ആണ് വരുന്നത്. ആട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, ഈവൻ ക്യാൻസർ വരെ വരും. പക്ഷെ സ്ലോ ആയിട്ടാണ് ഉണ്ടാകുന്നത്. സ്ലോ അത് വരുമ്പോ നോക്കിയാ മതി ഇല്ലേ ഗ്രാനൈറ്റ് ആണോന്ന്? ആട്ടോഇമ്യൂൺ ഡിസീസോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോ നോക്കിയാ മതിയല്ലോ. നോക്കിയാൽ മതി. അവരൊന്നും പറയില്ല, ഒന്നും വിട്ടു പറയില്ല, സംസാരിക്കില്ല. ഭയങ്കര ഹാർഡാണ് അവരുടെ മൈൻഡ്, ഭയങ്കര ഹാർഡാണ്. നമുക്ക് ഒന്നും അവരെ നിന്ന്
റിവീൽ ചെയ്യില്ല. അങ്ങനെ അതാണ് അവരുടെ ഒരു നേച്ചർ. ഭയങ്കര ഹാർഡാണ്. ആ ഗ്രാനൈറ്റ് പോലെ ഹാർഡാണ് അവരുടെ മൈൻഡ്. അതൊക്കെ പൊട്ടൻസിയായിട്ട് ആണോ ഗ്രാനൈറ്റ് ഒക്കെ ഗ്രാനൈറ്റ് 200 കിട്ടുമല്ലോ, എന്റെ ഉണ്ട് 200. അതുപോലെ മാർബിളും അതുപോലെ പൊട്ടൻസി 200 കിട്ടും. കിട്ടും. മാർബിൾ ഇല്ല, പക്ഷെ ഗ്രാനൈറ്റിന്റെ ഉണ്ട്. ഗ്രാനൈറ്റ് കിട്ടുമെങ്കിൽ പിന്നെ മാർബിളും കിട്ടുമായിരിക്കും. കിട്ടും. മറ്റേ സെന്റ് ജോർജിൽ അന്വേഷിച്ചാൽ എല്ലാം കിട്ടും, മിക്കവാറും എല്ലാം കിട്ടും. മാർബിള് പ്ലാറ്റിന അല്ലേ? പ്ലാറ്റിന പോലെ അല്ലേ? പ്ലാറ്റിന ലേഡിയാ. പ്ലാറ്റിന പക്ഷെ കവാഡീസ് ആണ്. പ്ലാറ്റിനയ്ക്ക് കവാഡീസ് ഇല്ലല്ലേ. പ്ലാറ്റിന ഭയങ്കര ഞാൻ രാജ്ഞി എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്, കാലും കയറ്റി. പ്ലാറ്റിന ഈ മാർബിൾ അങ്ങനെയല്ല, അവർക്ക് എപ്പോഴും പാമ്പർ ചെയ്യണം. തടവി തൂത്തൊക്കെ കൊടുത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെപ്പോഴും പേടിച്ചൂറിയാണ്. പക്ഷെ അവർക്ക് എപ്പോഴും അവരുടെ തോന്നല് ഞാൻ വലിയവളാണെന്നുള്ള ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. അവർക്ക് വരുന്ന ഞാൻ സുന്ദരിയാണ് എന്നെ എല്ലാവരും അഭിനന്ദിക്കണം എന്നുള്ള തോന്നല്. പക്ഷെ കുറച്ച് ഹാട്ടിയാണ്. അവർക്ക് ജോലിക്കാരൊക്കെ എല്ലാം അവരടുത്ത് കൊണ്ടുവച്ച് കൊടുക്കണം. എല്ലാം കുടിക്കണമെങ്കിലും ഏത് സാധനം ജോലിക്കാരും ഇഷ്ടംപോലെ കാണും. അപ്പൊ എല്ലാം അവിടെ കൊണ്ടുവച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ കാല് തടവി കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് സന്തോഷം. ദാറ്റ് ഈസ് മാർബിൾ. എന്തായാലും നല്ല ഇന്നത്തെ ഒരു നല്ല വെടിക്കെട്ട് ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി അറിയാമോ ഡോക്ടറെ? കഴിഞ്ഞോ സംശയം? അല്ല, വെടിക്കെട്ട് നല്ലൊരു അടിപൊളി ക്ലാസ് വരുന്നെന്ന് പറയാ. സമയം പോയത് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് ജയലളിത ഡോക്ടർ പോയോ? ഇല്ലല്ലോ. നമ്മുടെ അനിതാ സോമൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ജയലളിത ഡോക്ടറെ കുറച്ചൊരു ഗ്യാപ്പായി. അപ്പൊ ജയലളിത ഡോക്ടറെ തന്നെ ക്ഷണിക്കാം. താങ്ക് യു മാം. ശൈല മാം, എന്നെ വിളിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. മാമിന് നല്ല ക്ലാസ് ആയിരുന്നു. എന്തായാലും സാറിന്റെ പ്രഫുൽ വിജയക്കർ സാറിന്റെ ഫോളോവറായിട്ടും അതെല്ലാം റെഫർ ചെയ്തും അത് അതേപടി തന്നെ ഒരു മടിയും ഇല്ലാതെ മനസ്സിൽ നിന്ന് ഓപ്പൺ ആയിട്ട് ഈ വേദിയിൽ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരാൻ കാണിക്കുന്ന മൈൻഡിന് ഒത്തിരി നന്ദി. ഇവിടെ കൂടിയിരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹികളുടെയും ഡോക്ടേഴ്സിന്റെയും എല്ലാവരുടെയും പേരിൽ മാമിന് ഒത്തിരി നന്ദി. വീണ്ടും ഇതുപോലെ നല്ല ക്ലാസ്സുകളായിട്ട് അടുത്തൊരു ഗ്രൂപ്പിന്റെ, ഇന്ന് കൽക്കേറിയാണല്ലോ പറഞ്ഞത്, മറ്റൊരു ഗ്രൂപ്പിന്റെ ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു മാം. ഞാൻ ട്രൈ ചെയ്യാം. ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇന്നത്തെ അനിതാ സോമൻ ഡോക്ടർ പല ക്ലാസ്സുകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ഡോക്ടർ ചിരിച്ച് ആസ്വദിച്ച് വളരെ ഹാപ്പി ആയിട്ട് നിഷ്കളങ്കമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അനിതാ സോമൻ ഡോക്ടർക്ക് അങ്ങനെ ഈ വയസ്സ് കുറഞ്ഞു വരുന്നതിന്റെ രഹസ്യം അതാണെന്ന് തോന്നുന്നു. എപ്പോഴും ചിരിച്ച് ആസ്വദിച്ച് ഉള്ളിലുള്ളതെല്ലാം തുറന്ന് പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മാതൃക ആക്കേണ്ട വ്യക്തി കൂടിയാണ് അനിതാ സോമൻ ഡോക്ടർ. നിങ്ങളും ചിരിക്കുക, സന്തോഷമായിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ ഹെൽത്തി ആയിട്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു പോയിന്റ് കൂടിയാണ് ഡോക്ടറിൽ നിന്ന് പഠിക്കേണ്ടത്. അങ്ങനെ പോട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഇന്നത്തെ വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്.